ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ തകർത്ത് അഭിനയിക്കാൻ കേട്ടോ സൂര്യയുടെയും ഭാവനയുടെയും അതുപോലെ ദേവൻ്റെയൊക്കെ മുന്നിൽ. ഇതെല്ലാം കാണുമ്പോൾ ജയക്ക് ഇങ്ങനെ സംശയമാണ് കേട്ടോ. അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താണ് ഇവളുടെ ഉദ്ദേശം? ഒരു വിഷമവും ആ മുഖത്ത് കാണുന്നില്ലല്ലോ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ജയ മാനസയെ അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ മാനസ പറയുകയാണ്, ആൻറ്റി, നമ്മളെല്ലാവരും സൂര്യയുടെയും ഭാവനയുടെയും വിവാഹം കാണാനല്ലേ ആഗ്രഹിച്ചത്? അത് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു എന്ന് കരുതിയാൽ പോരെ? ഇതിനിടയിൽ ഞാനൊരു കഥാപാത്രമായി വന്നു എന്ന് കരുതിയാൽ മതി. ഭാവനയും സൂര്യയും ഒന്നാക്കാൻ വേണ്ടി ഒരു പക്ഷേ ദൈവം എന്നെക്കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിച്ചതാകും. ഇങ്ങനെ ജയയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ മാനസ. ഇത് കേൾക്കുമ്പോൾ അജയൻ ചോദിക്കുന്നത്, നിനക്കെന്താ തലക്ക് വട്ടുപിടിച്ചോ? സ്വന്തം ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഓർക്കണമെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അജയനെ അകത്തേക്ക് പോവാൻ കേട്ടോ. ആ സമയത്ത് മാനസ സൂര്യയോട് ഭാവനയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ. മകൾക്ക് കിട്ടാൻ പോയ സൗഭാഗ്യം നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയാണിപ്പോൾ രണ്ടു പേർക്കും. ഇത് കേൾക്കുമ്പോൾ ഭാവനയുടെയും സൂര്യയുടെയും മുഖം വല്ലാണ്ടാവാൻ കേട്ടോ. അച്ഛൻ ഇപ്പോഴും പണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നീട് മാനസ, ഇവിടെ നിൽക്കുക എല്ലാവരും, ഞാൻ മധുരം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മധുരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് അകത്ത് അജയനും ഭാര്യയും ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. ആ ഭാവനയെ കണ്ടിട്ട് ഇതുവരെ വീൽ ചെയറിൽ ഇരുന്നതിൻ്റെ ഒരു അസ്വസ്ഥയും അവൾക്കില്ല. മനഃപൂർവ്വം അവൾ ഇതെല്ലാം അഭിനയിക്കുകയായിരുന്നോ? സൂര്യ മാനസമോളെ താലി കെട്ടുന്ന സമയത്ത് തന്നെ അവൾ എണീറ്റ് നിന്നില്ലേ? ഒരു പക്ഷേ ഇതെല്ലാം അവളുടെ പ്ലാനിങ് ആവും എന്നൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത്. അപ്പോൾ മാനസയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവരെ ആരതിക്ക് ഒഴിയാൻ പോയത്? നിനക്കതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ആ ആരതി ഒഴിയൽ ഞാൻ അവർക്കൊരു ബാധ്യതയായി മാറാനാണ്. പകുതി വെച്ച് നിർത്തി പോകാനല്ല ഞാൻ ഈ വേഷം കെട്ടിയതെന്ന്. പിന്നീട് അച്ഛനോടായിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഏത് നിമിഷവും അച്ഛൻ സംസാരിക്കാൻ തയ്യാറാവണം എന്ന് പറയാണ്. അപ്പോൾ അജയൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് എന്ന് ഞാൻ പറയാം. ആൻറ്റിക്ക് എന്തായാലും എന്നോട് സംസാരിക്കാനും സങ്കടം പറയാനും ഒരുപാടുണ്ടാകും. ആ സമയത്ത് ഞാൻ ആൻറ്റിയുടെ കൂടെ നിൽക്കും. ഇത് കാണുന്ന അച്ഛന് ദേഷ്യം വരണം, എന്നാലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കൂ. പിന്നീട് അച്ഛൻ ഈ കാര്യമെല്ലാം സംസാരിക്കണമെന്ന് പറയാം കേട്ടോ. ഇതിനുള്ള അവസരം ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കാമെന്ന് മാനസ പറയുന്നുണ്ട്. എന്തായാലും ആൻറ്റിയുടെ അവസാന നാളുകളിൽ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ആൻറ്റി ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ ആൻറ്റി തയ്യാറാകുമെന്ന് മാനസ അജയനോട് പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു പ്ലാൻ തയ്യാറാക്കി വെക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയ റൂമിൽ ഇങ്ങനെ അസ്വസ്ഥതയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഭാവനയും ഞാനും ഒരിക്കലും ഈ വീട്ടിൽ ശരിയാകില്ല. എന്തായാലും ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചതൊക്കെ അവൾ പറഞ്ഞ് നടക്കും. ഈശ്വര, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം തകിടം മറഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അപ്പോൾ ജയ പറയുന്നുണ്ട്, ദേവേട്ടാ, ഞാൻ ആകെ ടെൻഷനാണ്. സൂര്യയുടെ ഭാവിയോർത്ത് ആകെ പേടിയാവുകയാണെന്ന് പറയാണ്. ഇത് കേട്ട് ദേവൻ പറയുന്നുണ്ട്, നീ വെറുതെ ഓരോന്നും ആലോചിച്ചിട്ട് ഇനിയും അസുഖങ്ങളൊന്നും വരുത്തി വെക്കല്ലേ. ജോത്സൻ പറഞ്ഞതൊക്കെ ദേവേട്ടൻ മറന്നോ? സൂര്യയും ഭാവനയും തമ്മിൽ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം പാടില്ല. അത് നമ്മുടെ മോൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും എന്ന് പറയാട്ടെ ജയ. ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇത്രയും സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നിട്ടും ഇപ്പോഴും ആ ജോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ എനിക്കെന്തായാലും കഴിയില്ല. ഭാവനയെയും സൂര്യയെയും വേർപിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവസാന നിമിഷം ഭാവന എഴുന്നേറ്റ് നടന്നതും ഭാവനയെ സൂര്യ താലി കെട്ടിയതും. പറ്റുമെങ്കിൽ നമുക്ക് ഒന്നുകൂടി വേറെ ജോത്സ്യനെ കണ്ട് അവരുടെ ജാതകങ്ങൾ നോക്കിക്കണമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയ ഒന്ന് ഷോക്കാവുകയാണ്. കാരണം ഇനിയൊരു ജോത്സ്യനെ കണ്ട് അവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് അവൾക്കറിയാം. ഇപ്പോൾ ദൈവമാണ് അവരെ ഒന്നിപ്പിച്ചത്. ഇനി അവരുടെ ഭാവിയും ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറയാണ്ട് ദേവൻ. മാനസമോളുടെ കാര്യത്തിൽ എനിക്ക് പ്രയാസങ്ങളുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ കണ്ടുപിടിച്ച് നമുക്ക് തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട്, അതെ, അങ്ങനത്തെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മാനസമോൾ തന്നെ മനസ്സോടെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ അവൾക്കും തോന്നിയിട്ടുണ്ടാകും ഒരു നല്ല കാര്യത്തിനാണ് താൻ വഴി മാറിക്കൊടുത്തതെന്ന്. ഇത് കേൾക്കുമ്പോൾ ജയയുടെ മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ മിന്നി മാറുകയാണ് കേട്ടോ. യഥാർത്ഥ മാനസയുടെ ഉദ്ദേശം എന്തായെന്ന് ജയക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ ആലോചിക്കുകയാണ് ജയെ, ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഭാവന വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അവളുടെ അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും അവളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് കാണിക്കുന്നത് ഭാവന സൂര്യക്ക് ഒരു ചായ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ.
ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട്, ഭാവന എന്തൊക്കെ പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയത്. ഇങ്ങനെയൊക്കെ അവസാനം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, അതേ സൂര്യ, ഞാനും ഒരിക്കലും ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അവസാനം നമ്മളുടെ പ്രണയം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് ഭാവന ജയയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഭാവന ഓൾറെഡി കരുതിയതാണ് താൻ അറിഞ്ഞ ജോത്സ്യൻ പറഞ്ഞ സത്യങ്ങളൊക്കെ ജയനിർമ്മലയെ അറിയിക്കണമെന്ന് കേട്ടോ. അത് പെട്ടെന്നൊന്നും വേണ്ട, സാവകാശം അവരെ അറിയിക്കണം എന്ന് അവൾ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചതാണ്. അങ്ങനെ ജയനിർമ്മലയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേ അവർ പുറമേ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു അവളോട്. ആ സമയത്ത് ഭാവന പറയുന്നുണ്ട്, ആൻറ്റിയെ പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു തരണേ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ ആൻറ്റി എൻ്റെ അവസാനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കാണ്ട് ഭാവന. ഇത് കേട്ടപ്പോൾ ജയ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ നീ എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലേ ഇത്രയും വരെ എത്തിയത്? അതെ. ആൻറ്റി എന്താ വിചാരിച്ചത്? എനിക്കൊന്നും അറിയാത്തൊരു മണ്ടിയാണ് ഞാനെന്നോ? നിങ്ങളുടെ എല്ലാ പ്ലാനുകളും എനിക്കറിയാമായിരുന്നു. അന്ന് നിങ്ങൾ ജോത്സ്യനെ വിളിച്ച് കള്ളം പറയിപ്പിച്ചതും അതിനു മുൻപ് നിങ്ങൾക്ക് അസുഖമാണെന്ന് പറയിപ്പിച്ചതൊക്കെ, പക്ഷെ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു നിന്നത്. പക്ഷേ അവസാനം ദൈവം എൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടായത്. എന്നെ ഒഴിവാക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ആൻറ്റി പയറ്റുമ്പോൾ ഇന്ന് ആൻറ്റിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വന്നു നിൽക്കാനുള്ള വിധിയാണ് ദൈവം എനിക്ക് തന്നത്. എന്തായാലും ആൻറ്റിയുടെ അഭിനയം അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വീൽ ചെയറിലിരിക്കുന്ന എന്നെ കണ്ടിട്ട് ആൻറ്റി ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും. എൻ്റെ മുന്നിൽ ഒരുപാട് അഭിനയങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രം അത് വിശ്വസിച്ചില്ല. എൻ്റെ ചുറ്റും നിൽക്കുന്ന ബാക്കി എല്ലാവരും ആൻറ്റിയെ കണ്ണും അടച്ചു വിശ്വസിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് മാനസ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മായിയും മരുമകളും തമ്മിലൊരു ചർച്ച? ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയായിരിക്കുമല്ലേ എന്നൊക്കെ പറയട്ടെ അവൾ ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു, അസുഖത്തെ പറ്റിയും ഇനിയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു മാനസയെന്ന് പറയാം കേട്ടോ. പിന്നീട് ഭാവന അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ജയ മാനസയുടെ മുന്നിൽ അവരുടെ മനസ്സ് തുറക്കാൻ കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. നീ സൂര്യയുടെ കൈയും പിടിച്ച് ഈ വീടിൻ്റെ പടി കയറുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർത്താണ് ആ ഭാവന അവിടെ അന്ന് എഴുന്നേറ്റ് നിന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ പ്ലാനുകളും തകിടം മറിഞ്ഞു. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് മോൾക്കൊരു വിഷമവുമില്ലേ? നിന്റെ മുഖത്ത് ഒരു വിഷമവും കാണുന്നില്ലല്ലോ. നീ എത്ര നന്നായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാണ്. ഇല്ല ആൻറ്റി, ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്ത് കാര്യം? സൂര്യ എന്തായാലും ഭാവനയെ വിവാഹം കഴിച്ചു. ഈ സമയത്താണ് അജയനും ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്.